ISLന്റെ 12-ാം മാച്ച് വീക്ക് ഇന്ന് ആരംഭിക്കുമ്പോൾ കഴിഞ്ഞ 11-ാം മാച്ച് വീക്കിലെ കണക്കുകൾ പരിശോധിക്കാം. പോയിന്റ് ടേബിളിൽ 23 പോയിന്റുകൾ വീതം നേടിയ FC ഗോവയും ബ്ലാസ്റ്റേഴ്സും ഒപ്പത്തിനൊപ്പമാണ്. ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 2 മത്സരങ്ങൾ കുറവ് കളിച്ചതുകൊണ്ട് തന്നെ FC ഗോവയാണ് നിലവിൽ ഒന്നാമത്. അതുപോലെ ISL ടീം ഓഫ് ദി വീക്കിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായ ലെസ്കോവിച്ച്, ദിമിത്രിയോസ്, പെപ്ര എന്നീ 3 താരങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. കൂടാതെ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ ടീം ഓഫ് ദി വീക്കിൽ ദാനിഷ്, മിലോസ്, പെപ്രയും IFTWCയുടെ ഇന്ത്യൻ ടീം ഓഫ് ദി വീക്കിൽ ദാനിഷും നവോച്ചയും ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ മത്സരത്തിലെ KBFC ബെസ്റ്റ് ഡിഫൻഡറായി ലെസ്കോവിച്ചിനെയും KBFC പ്ലേ മേക്കർ ഓഫ് ദി മാച്ചായി പെപ്രയെയും KBFC ഫിറ്റസ്റ്റ് പ്ലെയർ ഓഫ് ദി മാച്ചായി ദാനിഷ് ഫാറൂഖിനെയുമാണ് തെരഞ്ഞെടുത്തത്. കൂടാതെ ISLന്റെ ഈ സീസണിലെ 11 മാച്ച് വീക്കുകൾ പിന്നിടുമ്പോൾ ഇതുവരെയുള്ള മുഴുവൻ കണക്കുകൾ പരിശോധിക്കാം. 63 മത്സരങ്ങൾ കളിച്ചപ്പോൾ 157 ഗോളുകളും 1108 ഷോട്ടുകളുമാണ് പിറന്നത്. ടോപ്പ് സ്കോറേഴ്സിൽ 6 ഗോളുകളുമായി ഡയസിനൊപ്പം നമ്മുടെ ദിമിയും കൂടെ ഗോൾഡൻ ബൂട്ടിനായി എത്തിക്കഴിഞ്ഞു. അസിസ്റ്റിൽ 5 അസിസ്റ്റുകളുമായി ക്രിവല്ലാരോയും 6 ക്ലീൻ ഷീറ്റുമായി ക്ലീൻ ഷീറ്റിൽ അർഷദീപുമാണ് ഒന്നാമത്. 38 ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് ഉണ്ടായപ്പോൾ 37 ക്ലീൻ ഷീറ്റുകളാണ് ഇതുവരെ ടീമുകൾ നേടിക്കഴിഞ്ഞത്. 48,374 പാസുകൾ ഇതുവരെ ഉണ്ടായപ്പോൾ 137 ഫൗളുകളിൽ 20 റെഡ് കാർഡുകളും 291 യെല്ലോ കാർഡുകളും റഫറി പുറത്തെടുത്തിട്ടുണ്ട്. ലീഗിലെ ആവറേജ് അറ്റൻഡൻസ് 11,824 ISLന്റെ കഴിഞ്ഞ ഒരു വീക്ക് ആവേശകരമായ വന്നപ്പോൾ വരുന്ന വീക്കുകളും അതിനേക്കാൾ ആവേശകരമായേക്കും. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.